ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഉണ്ണിയപ്പം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതെന്ത് ചോദ്യമാണ്. എല്ലാവർക്കും ഉണ്ണിയപ്പമൊക്കെ ഇഷ്ടമുണ്ടാവില്ല, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഞാനിവിടെ റേഷൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 3 മണിക്കൂർ കുതിർത്തതാണ് കേട്ടോ. 3-4 മണിക്കൂർ കുതിർത്ത അരിയാണ്. 3 ഗ്ലാസ് പച്ചരിക്ക് ഞാൻ 3 പാളയൻകുടം പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ശർക്കര, ഒരു 400 ഗ്രാം ശർക്കര ഉരുക്കിയതും 3 ഏലക്കയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ച് തരിതരിപ്പ് വേണം കേട്ടോ. നല്ല സ്മൂത്തായിട്ട് അരയ്ക്കാൻ പാടില്ല. എന്നിട്ട് നമുക്കിത് 8 മണിക്കൂർ പുറത്ത് തന്നെ വച്ചിട്ട് പുളിപ്പിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. 8 മണിക്കൂറിന് ശേഷം മാവ് എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2-3 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ചെറുതായിട്ട് കൊത്തി മുറിച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തൊന്ന് മൂത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ നെയ്യ് എടുക്കേണ്ട ആവശ്യമില്ല. നെയ്യ് പിന്നീട് നമുക്ക് ഉണ്ണിയപ്പം ചുടുന്ന സമയത്ത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വറുത്ത തേങ്ങാക്കൊത്തല്ല ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൽ സോഡാപ്പൊടിയൊന്നും ഇടേണ്ട ഒരാവശ്യമില്ല കേട്ടോ. പിന്നെ കറുത്ത എള്ളുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇന്ന് വീട്ടിൽ കറുത്ത എള്ള് സ്റ്റോക്കില്ലായിരുന്നു, അതാണ് ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയും നേരത്തെ തേങ്ങാക്കൊത്ത് വറുത്തുകോരിയ ആ നെയ്യ് ബാക്കിയുണ്ടല്ലോ അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫുൾ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, പകുതി എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കൊരു ചെറിയ സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗം മാവിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഫുള്ളായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കണ്ട. ഇതിങ്ങനെ മേലോട്ട് പൊങ്ങി വരും കേട്ടോ. പിന്നെ നമുക്ക് എണ്ണ കുറയുന്ന സമയത്ത് വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായതിന് ശേഷം വീണ്ടും മാവിട്ടിങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സൈഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. തിരിച്ചൊക്കെ ഇട്ട് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ബാക്കിയുള്ള മാവ് കൂടി നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ ഉണ്ണിയപ്പം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.